യുദ്ധഭൂമിയിലെ വെടിയൊച്ചകൾക്ക് കാതോർക്കുന്ന ലോകം പുതിയൊരു സാമ്പത്തിക പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒരാൾ നിങ്ങളുടെ പണം മോഷ്ടിച്ച് ആ പണം കൊണ്ട് ആയുധങ്ങളൊക്കെ വാങ്ങി നിങ്ങളെ തന്നെ ആക്രമിക്കാൻ വന്നാൽ എങ്ങനെയിരിക്കും? ഇത് കേൾക്കുമ്പോൾ ഒരു കഥ പോലെയൊക്കെ തോന്നാമെങ്കിലും ഇതാണ് ഇപ്പോൾ നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ സ്വന്തം പണം ഉപയോഗിച്ച് റഷ്യക്കെതിരെ തന്നെ യുക്രൈൻ പോരാടുന്നു. ഇതൊരു സിനിമാ കഥയല്ല, മറിച്ച് റഷ്യ, യൂറോപ്യൻ യൂണിയൻ, G7 രാജ്യങ്ങൾ, അമേരിക്ക, ഉക്രൈൻ എന്നിവയെല്ലാം ഉൾപ്പെട്ട ഒരു പുതിയ യുദ്ധതന്ത്രമാണ്. ഇതിനെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും ധീരവും അതേസമയം ഏറ്റവും വിവാദപരമായ നീക്കങ്ങളിൽ ഒന്നായി നമുക്ക് വിശേഷിപ്പിക്കാം. റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികളിൽ നിന്നും ലഭിക്കുന്ന പണം ഇപ്പോൾ ഉക്രൈന്റെ യുദ്ധ ചെലവുകൾക്ക് ഉപയോഗിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഈ ഒരു നീക്കം യുദ്ധത്തിന്റെ ഗതി മാറ്റുമോ? റഷ്യ ഇതിനെ എങ്ങനെ നേരിടും? റഷ്യയുടെ ഈ പണം ശരിക്കും മോഷ്ടിക്കപ്പെട്ടതാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ഈ നീക്കത്തിന്റെ ഓരോ വശവും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. 2022 റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ട് ലോകമെമ്പാടുമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഈ ഉപരോധങ്ങളുടെ ഭാഗമായി റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെയും മറ്റ് റഷ്യൻ സ്ഥാപനങ്ങളുടെയും വിദേശത്തുള്ള ഏകദേശം $300 ബില്യൺ മൂല്യമുള്ള ആസ്തികൾ മരവിപ്പിക്കപ്പെട്ടു. ഇതിൽ ഭൂരിഭാഗവും യൂറോപ്പിലാണ്, പ്രത്യേകിച്ചും ബെൽജിയത്തിലെ യൂറോ ക്ലിയർ എന്ന സാമ്പത്തിക സ്ഥാപനത്തിൽ. ഏകദേശം $210 ബില്യൺ ഈ ഒരു സ്ഥാപനത്തിൽ മാത്രമാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ടത്. അതായത് റഷ്യയുടെ പണത്തിന്റെ ഒരു വലിയ നിധി ഒരു പ്രത്യേക ബാങ്കിന്റെ ലോക്കറിൽ പൂട്ടിയിട്ട് താക്കോൽ ദൂരെ എറിഞ്ഞതുപോലെയായി. ആദ്യകാലങ്ങളിൽ ഈ പണം നേരിട്ട് കണ്ടുകെട്ടി ഉക്രൈന് നൽകാൻ ചില രാജ്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങളെ കുറിച്ചുള്ള വലിയ ആശങ്കകൾ ഈ നീക്കത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് കീഴിലുള്ള സ്വത്ത് നേരിട്ട് കണ്ടുകെട്ടിയാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാകാം. കൂടാതെ ഭാവിയിൽ ഇത്തരം നടപടികൾ മറ്റ് രാജ്യങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പതിവായി മാറിയേക്കാം. ഈ ആശങ്കയും അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ നീക്കത്തിന് മടിച്ചു. ഇത് തങ്ങളുടെ സാമ്പത്തിക സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുമോ എന്നും അവർ ഭയന്നു. എന്നാൽ യുദ്ധം 2 വർഷം പിന്നിട്ടപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി. ഉക്രൈന് സാമ്പത്തിക സഹായം ഒരു അനിവാര്യതയായി മാറി. സ്വന്തം ബജറ്റിൽ നിന്നും യുദ്ധം നടത്താനുള്ള സാമ്പത്തിക ശേഷി അവർക്കില്ല. റഷ്യയെ പ്രതിരോധിക്കാൻ അവർക്ക് സ്ഥിരമായ ധനസഹായം ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികളിൽ നിന്നും ലഭിക്കുന്ന പലിശയും ലാഭവും ഉപയോഗിച്ച് ഉക്രൈന് ധനസഹായം നൽകാനായി ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകിയത്. പദ്ധതിയുടെ വിശദാംശങ്ങൾ നോക്കാം. ഇതൊരു സാധാരണ വായ്പയല്ല, ഇതിനൊരു പ്രത്യേക തന്ത്രമുണ്ട്. അടുത്തിടെ നടന്ന G7 ഉച്ചകോടിയിൽ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു. ഈ പദ്ധതി അനുസരിച്ച് മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്നും ലഭിക്കുന്ന ഏകദേശം $50 ബില്യൺ, അതായത് ഏകദേശം 4.17 ലക്ഷം കോടി രൂപ ഉക്രൈന് വായ്പയായി നൽകും. ഈ വായ്പയുടെ തിരിച്ചടവിന് ആസ്തികളിൽ നിന്നും ലഭിക്കുന്ന ഭാവിയിലെ പലിശ ഉപയോഗിക്കും. ലളിതമായി പറഞ്ഞാൽ റഷ്യയുടെ $300 ബില്യൺ ഒരു ബാങ്കിൽ വെച്ചിരിക്കുന്നു. ആ പണത്തിന് വർഷം തോറും വലിയ തുക പലിശ ലഭിക്കും. ഉദാഹരണത്തിന് 2023 യൂറോ ക്ലിയറിൽ മരവിപ്പിച്ച പണത്തിൽ നിന്നും മാത്രം ഏകദേശം $4.4 ബില്യൺ ലാഭമുണ്ടായി. ഈ പലിശ ഉക്രൈന് നൽകാൻ വായ്പയായി ഉപയോഗിക്കുന്നത്, അതായത് റഷ്യയുടെ പണം നേരിട്ട് കണ്ടുകെട്ടാതെ അതിൽ നിന്നും ലഭിക്കുന്ന പലിശ ഉപയോഗിച്ച് ഉക്രൈന് വായ്പ കൊടുക്കുന്നു. ഈ വായ്പയുടെ തിരിച്ചടവ് ഉറപ്പാക്കുന്നത് ഭാവിയിൽ ഇതേ ആസ്തികളിൽ നിന്നും ലഭിക്കുന്ന പലിശ ഉപയോഗിച്ചാണ്. ഇതൊരു വിരോധാഭാസമല്ലേ? റഷ്യയുടെ പണം റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്നു. ഈ നീക്കം വെറുമൊരു സാമ്പത്തിക ഇടപാടല്ല, ഇതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. യുദ്ധത്തിനുള്ള ചെലവ് കുറയ്ക്കുക. റഷ്യൻ പണം ഉപയോഗിച്ച് ഉക്രൈനെ സഹായിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരിട്ട് വലിയ തുകയൊന്നും മുടക്കേണ്ടി വരില്ല. ഇത് അവരുടെ ബജറ്റിൽ ഉണ്ടാകുന്ന ഭാരം കുറയ്ക്കുന്നു. പ്രത്യേകിച്ചും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇപ്പൊ തന്നെ വലിയൊരു തുക യുദ്ധത്തിന് വേണ്ടി മുടക്കുന്നുണ്ട്. ഈ പുതിയ നീക്കം അവർക്ക് വലിയൊരു ആശ്വാസം നൽകും. അടുത്തത് റഷ്യയെ പ്രകോപിപ്പിക്കുക. റഷ്യയുടെ പണം ഉപയോഗിച്ച് റഷ്യക്കെതിരെ തന്നെ യുദ്ധം ചെയ്യുന്നത് അവരെ പ്രകോപിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കാനും അതുവഴി പുടിനെതിരെ രാജ്യത്തിനകത്ത് പ്രതിഷേധം ഉണ്ടാക്കാനും ഇത് വലിയ തോതിൽ സഹായിക്കും. അടുത്തത് ഉക്രൈന് ഒരു ധാർമ്മിക പിന്തുണ നൽകുക. റഷ്യൻ പണം ഉപയോഗിച്ച് ഉക്രൈനെ സഹായിക്കുന്നത് പാശ്ചാത്യ ലോകം ഉക്രൈനൊപ്പമാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുന്നു. ഇത് ഉക്രൈനിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഈ തന്ത്രം എങ്ങാനും വിജയിച്ചാൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ ഇതിന് സാധിക്കും. ഉക്രൈന് കൂടുതൽ ആയുധങ്ങളും സൈനിക സാമഗ്രികളും വാങ്ങാനും സൈനികരുടെ ശമ്പളം നൽകാനും സാധിക്കും. ഈ ഒരു യുദ്ധത്തിൽ യുക്രൈൻ എങ്ങാനും വിജയിച്ചാൽ ആ വിജയം സാധ്യമാക്കിയത് റഷ്യയുടെ തന്നെ പണം കൊണ്ടാണെന്ന് ലോകം മുഴുവനും പറയും. ഇതിലും വലിയൊരു വിരോധാഭാസം വേറെയില്ല. ഇനി നമുക്ക് ഈ വിഷയത്തിൽ റഷ്യയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിക്കാം.
പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ നീക്കത്തെ റഷ്യ മോഷണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എങ്ങനെ വിളിക്കാതിരിക്കും? ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് റഷ്യ ആരോപിക്കുന്നു. റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ ഒരു കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂവെന്നും ഈ നീക്കം അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ തകർക്കുമെന്നും റഷ്യ പറയുന്നു. റഷ്യയുടെ വാദങ്ങൾ തള്ളിക്കളയാൻ എന്തായാലും സാധിക്കില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് കീഴിലുള്ള സ്വത്ത് കണ്ടുകെട്ടാൻ പരിമിതികളുണ്ട്. റഷ്യയുടെ ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഭാവിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ രാജ്യത്തിന്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള ഒരു പ്രവണത തുടങ്ങും. ഇത് തീർച്ചയായും ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാക്കും. ഈ നീക്കത്തെ റഷ്യ എങ്ങനെ നേരിടുമെന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. റഷ്യയുടെ ഈ പണം പിടിച്ചെടുത്താൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് റഷ്യയിലുള്ള കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നിയമപരമായ പോരാട്ടത്തിന്റെ വശം നോക്കാം. റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്തികൾ പിടിച്ചെടുക്കുന്നത് തടയാനായി അന്താരാഷ്ട്ര കോടതികളിൽ റഷ്യ നിയമപരമായ പോരാട്ടം നടത്താനുള്ള സാധ്യതയുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലെ കമ്പനികളുടെ റഷ്യയിലുള്ള സ്വത്തുക്കൾ റഷ്യ പിടിച്ചെടുക്കാൻ സാധ്യതയുമുണ്ട്. ഇത് സാമ്പത്തിക യുദ്ധത്തിന് തന്നെ തീവ്രത കൂട്ടും. ചൈന, ഇന്ത്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കാൻ റഷ്യ ശ്രമിക്കും. ഡോളറിനെ ആശ്രയിക്കുന്നത് കുറച്ച് മറ്റ് കറൻസികളിൽ വ്യാപാരം നടത്താനായും റഷ്യ ശ്രമിക്കും. ഇനി സൈനിക നടപടികൾ നോക്കുമ്പോൾ സാമ്പത്തിക ഉപരോധങ്ങൾ റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിച്ച യുക്രൈനെതിരെ റഷ്യയുടെ സൈനിക നടപടികൾക്ക് തീവ്രതയും കൂടും. ഈ പുതിയ സാമ്പത്തിക തന്ത്രം യുദ്ധത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. ഉക്രൈന് കൂടുതൽ കാലം യുദ്ധം തുടരാനുള്ള സാമ്പത്തിക സഹായം ലഭിക്കും. ഇത് റഷ്യയുടെ സൈനിക നീക്കങ്ങളെ തടയാനായി സഹായിക്കും. റഷ്യയുടെ പ്രതികരണങ്ങൾ ഈ നീക്കത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇതൊരു സാമ്പത്തിക യുദ്ധത്തിന് തുടക്കം കുറിക്കുമോ? റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുമോ? ഈ നീക്കം ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കുമോ? ഇതിനെല്ലാം ഉത്തരം നൽകാൻ കാലത്തിന് മാത്രമേ സാധിക്കൂ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ലോകം ഒരു പുതിയ യുദ്ധതന്ത്രത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഇവിടെ വെടിയുണ്ടകൾക്കൊപ്പം സാമ്പത്തിക ഇടപാടുകളും ഒരു യുദ്ധമുറയായി മാറുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റഷ്യയുടെ പണം ഉപയോഗിച്ച് ഉക്രൈനെ സഹായിക്കുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. ഈ വിഷയത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.